എല്ലാവർക്കും വലിയൊരു നമസ്കാരം. ഞാൻ മിത്രവിന്ദയാണേ. ഇത് നമ്മുടെ സെക്കൻഡ് ചാനൽ. ഈ ചാനലിലും മെയിനായിട്ട് ഞാൻ സ്റ്റോറീസ് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. പിന്നെ നിലവിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് കരുതിയേ. ഇത് ഇന്നലെ വൈകുന്നേരം ഒരു 6:30 മണിയൊക്കെ ആയപ്പോൾ സന്ധ്യയ്ക്ക് നിലവിളക്കൊക്കെ കൊളുത്തിയതാണ് കേട്ടോ. മൺചിരാതിലും ഇങ്ങനെ തിരിവെച്ച് ഞാൻ ഫോട്ടോയുടെയൊക്കെ മുൻപിൽ, ഈശ്വരന്മാരുടെ ഫോട്ടോയുടെ മുൻപിൽ ദീപം കാണിക്കാറുണ്ട് കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലാണ്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ആ ചന്ദനത്തിരിയുടെയൊക്കെ സുഗന്ധമൊക്കെ. അതാ ഞാൻ വിളക്കൊക്കെ ഏകദേശം എല്ലാം കൊളുത്തി റെഡിയാക്കി. അതിനുശേഷം നാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് എഴുന്നേറ്റതാണേ. ഇപ്പോൾ സമയം ഒരു 6:30, 6:45 ഒക്കെ കഴിഞ്ഞു കേട്ടോ നാമമൊക്കെ ജപിച്ച് കഴിഞ്ഞപ്പോൾ. എങ്കിലും നേരം വെളുത്ത് തന്നെയാണല്ലേ, കാരണം ഇപ്പോഴും ഒത്തിരി ലേറ്റായിട്ടല്ലേ നമുക്ക് സന്ധ്യ ആകുന്നത്. പിന്നെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാവേ. ഇത് ഞാനൊരു ഉച്ചയ്ക്ക് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് ശരിക്കും ഉറങ്ങിപ്പോയി കേട്ടോ. ഇന്നലെ പകൽ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴുണ്ട് ഒരു കൊട്ടയും പൊട്ടയും മുറം നിറച്ച് കണ്ണിമാങ്ങ. അമ്മാവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണേ. നല്ല നാട്ടുമാവിൻ്റെ കണ്ണിമാങ്ങയാണേ. അത് കൊലകൊലയായിട്ടേ ഒടിച്ച് അവർ നല്ല പാകത്തിന് കൊണ്ടുവന്ന് തന്നതാണ്. ഏറെ ഉണ്ട് കേട്ടോ, ആ മുറം നിറച്ചുണ്ട്. അപ്പോഴേ ഞാൻ ആ കണ്ണിമാങ്ങയൊക്കെ അങ്ങനെ വെച്ച ശേഷമേ വേറെ കുറച്ച് പരിപാടിയും കൂടെ നിങ്ങളെ കാണിച്ചു തരാവേ. ശരിക്കും ഇത് അടുക്കളയാണ് കേട്ടോ. അടുക്കളയിൽ നിന്ന് മുടിയൊക്കെ അഴിക്കുന്നത് സൂക്ഷിക്കണം, മുടി കൊഴിച്ചിലൊക്കെ വരും എന്നൊക്കെയാണ്. പക്ഷേ എനിക്കങ്ങനെ വലിയ പ്രശ്നമില്ല, മുടി അങ്ങനെ കൊഴിയാറില്ല. പിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്നത്, എനിക്ക് ഈ ക്യാമറയുടെ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നത് ഈ ഒരു പ്ലേസിലാണേ. പിന്നെ അപ്പുറത്ത് ബെഡ്റൂമിലും വിസിറ്റിംഗ് റൂമിലും ഒക്കെ കുട്ടികളും ഹസ്ബൻഡും പേരൻസും ഒക്കെ ഉണ്ട്. അപ്പോഴെനിക്കൊരു കംഫർട്ടബിളായിട്ട് എനിക്കിവിടെ നിന്ന് അങ്ങ് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ, മറ്റൊന്നുമല്ല. അതേ നോക്കിക്കേ, ഞാൻ ഈ കാണിക്കുന്നത് എൻ്റെ തലമുടിയാണ് കേട്ടോ. എൻ്റെ തലമുടി എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും മുടിയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ പിടിച്ചാലും എനിക്കങ്ങനെ തലമുടി കൊഴിയുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ കോതി വിരൽ കൊണ്ടൊക്കെ ഇങ്ങനെ കോതിയിട്ട് കാണിക്കുന്നുണ്ടല്ലോ നിങ്ങളെ, പക്ഷേ എനിക്കങ്ങനെ മുടി കൊഴിയുന്നില്ല. അതൊരു പ്രത്യേകതരം ഒരു എണ്ണയാണ് കേട്ടോ. എൻ്റെ ഒരു എന്ന് വെച്ചാൽ എൻ്റെ അമ്മൂമ്മ പറഞ്ഞു തന്ന രീതിക്കായിരുന്നു ഞങ്ങൾ എണ്ണ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കാലങ്ങളായിട്ട്. പിന്നെ കുറച്ചായപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ, ഞാൻ ഒരു 4-5 വർഷമായി. കോവിഡിൻ്റെ ടൈമിലൊക്കെയാണ് കേട്ടോ. ആ സമയത്ത് കോവിഡൊക്കെ വന്ന് ന്യൂമോണിയയൊക്കെ വന്ന ശേഷം മുടി കുറേ കൊഴിഞ്ഞു പോയി. അപ്പോഴും ഞാനിങ്ങനെ ഒരെണ്ണ ഉണ്ടാക്കി കേട്ടോ. ആ എണ്ണയാണിത്. ആ എണ്ണ വെച്ചതിൽ പിന്നെ എനിക്കങ്ങനെ മുടി കൊഴിച്ചിലൊന്നും അധികം വന്നിട്ടേ ഇല്ല. അല്ലെങ്കിൽ ഈ ഒരു വേനൽക്കാലം, മഞ്ഞുകാലം, ഈ സമയത്തൊക്കെ ഒത്തിരി മുടി കൊഴിഞ്ഞു പോകുന്നതായിരുന്നു. ഇപ്പോഴെനിക്കങ്ങനെ മുടി കൊഴിയുന്നേ ഇല്ല കേട്ടോ. സത്യസന്ധമായിട്ട് പറയുന്നതാണേ. ഈ എണ്ണ നല്ല നല്ല എണ്ണയാണ്. പിന്നെന്താ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ റിലേറ്റീവ്സിനും നെയ്ബേഴ്സിനും ഒക്കെ ഞാൻ അവർക്കുമൊക്കെ ഈ എണ്ണ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും 100% റിസൾട്ടാണേ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ ആ എണ്ണയുടെ വീഡിയോ കാണിച്ചു തരാം. ഇന്ന് ആ എണ്ണയുടെ വീഡിയോ ചെയ്യണമെന്നൊക്കെ ഓർത്തായിരുന്നു, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം ഈ എണ്ണ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും കേട്ടോ. അല്ലാത്ത ദിവസമൊക്കെ ജസ്റ്റ് 1-2 ദിവസം ഇങ്ങനെ തൊട്ട് പുരട്ടി വിടത്തേ ഉള്ളൂ. അപ്പോൾ ഈ എണ്ണ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങ് തലമുടിയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നതേ ഉള്ളൂ. എന്നിട്ടൊരു 10-20 മിനിറ്റ് മുടി അങ്ങ് വട്ടത്തിലങ്ങ് നമ്മൾ സാധാരണ കെട്ടി വെക്കുമല്ലേ, അങ്ങനെ അങ്ങ് വെക്കത്തേ ഉള്ളൂ. കണ്ടോ, എൻ്റെ മുടി അത്യാവശ്യം എനിക്ക് മുടിയുണ്ട് കേട്ടോ. ഇതിങ്ങനെയൊക്കെ ചെയ്തിട്ടും എൻ്റെ മുടി കൊഴിയുന്നില്ല. അതാണ് ഇങ്ങനെ വലിച്ച് നമ്മൾ സാധാരണ ഇങ്ങനെ മുടി എണ്ണ വെക്കുമ്പോഴത്തേക്കിനും നേരത്തെ എന്നെ സംബന്ധിച്ച് എൻ്റെ കൈവിരലുകളിലെല്ലാം ഈ മുടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. കുറേ പിഴുതു പോകുമായിരുന്നു. ഇപ്പം നന്നായിട്ട് മാറ്റമുണ്ട് കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് പീരീഡ്സൊക്കെ ആയിട്ട് ഉള്ള ആ ഒരു വളർച്ചയുടെ ഘട്ടമൊക്കെ ഉണ്ടല്ലോ പിള്ളേർക്ക്, അവർക്കൊക്കെ ഉറപ്പായിട്ടും ഈ എണ്ണ വെച്ചാൽ നന്നായിട്ട് മുടി വെക്കും കേട്ടോ. ഇനി യാതൊരു സംശയവും ഇല്ല. ഇതാ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അങ്ങ് തേച്ച് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങ് വട്ടത്തിൽ കെട്ടി വെക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ മുടി. ഒരുപാട് നീളമൊന്നുമില്ല കേട്ടോ, അങ്ങ് മുട്ടിൻ്റെ ഒപ്പം വരെ നീളമൊന്നുമില്ല. പക്ഷെ ഉള്ള മുടി നല്ല വൃത്തിയായിട്ട് കിടക്കും. നല്ല വൃത്തിയായിട്ട് മുടി കൊഴിഞ്ഞു പോകാതെ കിടക്കും. എൻ്റെ ഒരു ചുരുണ്ട മുടിയാണ് കേട്ടോ, നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയറൊന്നും അല്ല, ചുരുണ്ട മുടിയാണ്. ഇതിങ്ങനെ അങ്ങോട്ട് കെട്ടി അങ്ങ് വെക്കും. അത്രയും കാര്യമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഈ എണ്ണ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാവേ. അത് ഇച്ചിരി ഒരുപാട് ചടങ്ങൊന്നുമില്ല, എങ്കിലും ഒരിത്തിരി സമയമെടുത്ത് ചെയ്യുന്ന പ്രൊസീജിയർ ആയതുകൊണ്ടാണ്.
അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മോള് വന്നു കേട്ടോ, അമ്മ എൻ്റെ മുടിയും കൂടി ഒന്ന് കാണിക്കുമെന്നും പറഞ്ഞ്. ക്യാമറയുടെ മുമ്പിലോട്ട് തിരിയാൻ പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്താൽ കേൾക്കത്തില്ല, ഭയങ്കര നാണക്കേട്. അവളുടെ മുടി കണ്ടോ, ഇവളുടെ മുടിയെന്ന് വെച്ചാൽ ഒരു എന്താ പറയണ്ടേ, എൻ്റെ പോലെ ചുരുണ്ട മുടിയൊന്നുമല്ല, ഒരു ഏകദേശം ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന മുടിയാണ് കേട്ടോ. അപ്പോൾ കൊച്ചിനും ഞാൻ ഈ എണ്ണയാണ് വെക്കുന്നത്. അവൾക്കും മുടി നന്നായിട്ട് വളരുന്നുമുണ്ട്, മുടി കൊഴിയുന്നുമില്ല കേട്ടോ. ശരിക്കും 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചൊന്നുമില്ല, മുടി അങ്ങനെ കെട്ടി വെച്ചിട്ട് ക്യാമറയുടെ മുമ്പിൽ നിന്നപ്പം എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ തോന്നിയേ. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് അഴിച്ച് ഇടയ്ക്കൊന്നും എടുത്ത് അങ്ങനെ ഒരു ക്ലിപ്പിട്ട് വെച്ചതാണ്. ഈ മാങ്ങാടെ പരിപാടിയാണ് പിന്നെ നോക്കുന്നത് കേട്ടോ. കൊലയോടുകൂടി തന്നെ ഇട്ട് അതെല്ലാം ഈ അപ്പച്ചെമ്പിലിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുവാണേ. വൃത്തിയാക്കി മുറത്തിലേക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ ഭരണിക്കകത്തോട്ട് ഉപ്പൊക്കെ ചേർത്ത് അതങ്ങ് ഒടിച്ചൊടിച്ചിടും. ആ ഭരണിക്കകത്തോട്ട് തന്നെ കാണിച്ചങ്ങ് ഒടിച്ചിടും, ചോന അതിൻ്റെ അകത്ത് വീഴാനായിട്ടേ. പിന്നെ ആ പരിപാടിയായിരുന്നു കുറേ നേരത്തേന് കേട്ടോ. അയ്യോ, പിന്നെ സമയം പോയതൊന്നും അറിഞ്ഞില്ല. അങ്ങനെയൊക്കെ അങ്ങ് പോയി ഇന്നലെ ഒരു ഞായറാഴ്ച. എല്ലാ ഞായറാഴ്ചയും എന്തെങ്കിലുമൊക്കെ തിരക്ക് കാണും കേട്ടോ. ഈ നാട്ടിൻ പ്രദേശം ആയതുകൊണ്ടേ നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടും. മാങ്ങ, ചക്ക, കപ്പ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പണികളുമായിട്ടിരിക്കും. പിന്നെ ഞാൻ ഈ ചില്ലിൻ്റെ, അതായത് ഈ കുപ്പിയുടെ ഒരു ഭരണിയിലാണ് ഇടുന്നത് കേട്ടോ. അല്ലാത്ത മറ്റേ വേറെ ട്രഡീഷണൽ ആയിട്ടുള്ള ഭരണി അതില്ലായിരുന്നു. ഈ ഒരു ഭരണിയിൽ ഇങ്ങനെ നിറച്ച് വെക്കുമായിരുന്നു കേട്ടോ. ഞാൻ വെക്കുന്നതെന്ന് വെച്ചാലുണ്ടല്ലോ, ഈ സാധാ നമ്മുടെ നോർമൽ വാട്ടറില്ലേ, അതിലേക്ക് ഉപ്പ് കലക്കിയിട്ട് കുറേ മാങ്ങ അങ്ങനെ ഇട്ട് വെക്കും. പിന്നെ ഇങ്ങനെ നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യത്തില്ലേ, ഉപ്പും മാങ്ങ, ഉപ്പ് കല്ല്, മാങ്ങ, അതിങ്ങനെ നിരയായിട്ടിട്ട് നമ്മൾ ചെയ്യത്തില്ലേ, അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇങ്ങനെ ഞങ്ങൾ എല്ലാ വർഷവും എൻ്റെ മദറിലോ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഉപ്പ് പൊടി ആവശ്യത്തിന് കലക്കിയിട്ട് വെറുതെ അങ്ങ് ഇട്ട് വെക്കും. ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ അത് നന്നായിട്ട് ചുങ്ങി ആ മാങ്ങയിലേക്ക് ആ ഉപ്പൊക്കെ പിടിച്ച് നല്ല പാകമായിട്ടിരിക്കും. പിന്നെ അതെടുത്തിടും. പിന്നെ നമ്മളിങ്ങനെ കാലാകാലങ്ങളോളം വെക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. നമ്മളിതെങ്ങനെ എടുത്ത് കൂട്ടിക്കൊണ്ടേയിരിക്കും. ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ കഞ്ഞിയുടെ കൂടെയും അങ്ങനെയൊക്കെ ഈ കണ്ണിമാങ്ങ അച്ചാർ കൂട്ടി അങ്ങ് കഴിക്കും. അങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ എത്ര കാലം ഇരിക്കുമോ, ഇത് കൊള്ളുമോ, ഈ മെത്തേഡ്, ഇതൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. പിന്നെ ഞാൻ നമ്മൾ ചാനൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, ആദ്യം മാങ്ങ ഇട്ടു, അതിനുശേഷം കല്ലുപ്പ് നിരത്തി പിന്നെ മാങ്ങ ഇട്ടു. അങ്ങനെ ആ പരിപാടിയും ഞാൻ ഇതിൽ 1-2 തവണ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും വർക്കിംഗ് ആയിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും അതങ്ങ് ചുങ്ങി നല്ല പരുവായിട്ടിരിക്കും. അത്രയൊക്കെ ഉള്ളേ.